Dear friends, welcome back to ARC Digital Learning Platform. നമ്മൾ സർവേയിങ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് എല്ലാം നമ്മൾ ഒരുവിധം നോക്കിക്കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, സ്കെയിലിൽ ഏതൊക്കെ വെർനിയർ സ്കെയിൽ നോക്കി, അതുപോലെ തന്നെ ഷ്രങ്ക് ഫാക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നോക്കി. ഇനി നമ്മുടെ സ്കെയിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാമെന്ന് നോക്കി. എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്. ദേ ഇതാണ് എൻ്റെ കയ്യിലെ പ്ലാൻ. എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്. നോക്കി, ഈ പ്ലാനിൽ ഒരു ലൈനുണ്ട്. ആ ലൈൻ ഞാൻ അളന്ന് നോക്കിയപ്പോൾ 5 സെൻറ്റിമീറ്ററാണ് ഉണ്ടായിരുന്നത്. 5 സെൻറ്റിമീറ്ററുള്ളൊരു ലൈൻ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, പ്ലാൻ ആവുമ്പോൾ എന്തും കാണും, അതിൻ്റെ സ്കെയിൽ രേഖപ്പെടുത്തിയിരിക്കും അല്ലേ? ഏതൊക്കെ സ്കെയിലുണ്ട്? എഞ്ചിനീയർ സ്കെയിലുണ്ട്, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തുണ്ട്? ഗ്രാഫിക്കൽ സ്കെയിലുണ്ട്. ഓക്കെ, ഒരു എഞ്ചിനീയർ സ്കെയിൽ അവിടെ എഴുതിയിട്ടുണ്ട്. എഞ്ചിനീയർ സ്കെയിൽ എങ്ങനെ നമ്മൾ കൊടുക്കുന്നത്? 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു നമ്മളൊരു യൂണിറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നു, 10 മീറ്റർ. 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മീറ്റർ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ സ്കെയിൽ ഉണ്ടായിരുന്നു. ഇത്ര ഉണ്ടായിരുന്ന പ്ലാനാണ്. നോക്കി, ഈ പ്ലാനിൽ നോക്കിക്കൊണ്ട് ഞാൻ ഗ്രൗണ്ടിൽ എത്ര ഏരിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, ശരി, 5 സെൻറ്റിമീറ്റർ ആയിരുന്നു ആ വരയുടെ നീളം. ആ പ്ലാനിൻ്റെ സ്കെയിൽ എന്ന് പറയുന്ന 1 സെൻറ്റിമീറ്റർ ഇസിക്കൽ 10 മീറ്റർ എന്ന് പറയുന്ന എഞ്ചിനീയർ സ്കെയിലും ആയിരുന്നു. നോക്കി, ഞാനത് കണ്ടുപിടിക്കാൻ പോവുക. നോക്കി, ആദ്യം ഞാൻ 5 സെൻറ്റിമീറ്റർ ഇസിക്കൽ ടു 5 സെൻറ്റിമീറ്ററിനെ 1 സെൻറ്റിമീറ്റർ ഇസിക്കൽ ടു 10 മീറ്റർ എന്ന് പറയുന്ന കറക്റ്റായിട്ടുള്ള സ്കെയിൽ എടുക്കുക. ഏതാ കറക്റ്റായിട്ടുള്ള സ്കെയിൽ? എന്തായിരുന്നു നമ്മുടെ കറക്റ്റായിട്ടുള്ള സ്കെയിൽ? 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മീറ്റർ എന്ന് പറയുന്ന ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്കെയിൽ എടുത്തുകൊണ്ട് ഞാൻ ഗ്രൗണ്ടിൽ എത്ര നീളമുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പോവുക. നോക്കി, എങ്ങനെയാണ് നമുക്ക് ചെയ്യാനുള്ളത്? 1 സെൻറ്റിമീറ്റർ പ്ലാനിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഗ്രൗണ്ടിലെ 10 മീറ്റർ ആണ്. ഇതല്ലേ ഈ സ്കെയിൽ പറഞ്ഞു തരുന്നത്? പ്ലാനിലെ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു ഗ്രൗണ്ടിലെ 10 മീറ്റർ ആണ്. ഓക്കെ, ഈ വരയ്ക്ക് എൻ്റെ ഈ വരയ്ക്ക് എത്ര സെൻറ്റിമീറ്റർ നീളമുണ്ട്? 5 സെൻറ്റിമീറ്റർ നീളമുണ്ടല്ലേ? 5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഓക്കെ, 5 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ എത്രയായിരിക്കും? പ്ലാനിൽ 1 ആണെങ്കിൽ ഗ്രൗണ്ടിൽ 10, പ്ലാനിൽ 5 ആണെങ്കിൽ എത്രയായിരിക്കും? 5 × 10, അതായത് 50 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഈ 5 സെൻറ്റിമീറ്റർ ഉള്ള വര ഗ്രൗണ്ടിൽ 50 മീറ്റർ ആയിരിക്കും റിയൽ ആയിട്ടുണ്ടാകുക. നോക്കിയേ, ഇനി എനിക്ക് ഒരു അബദ്ധവശാൽ ഞാൻ യൂസ് ചെയ്ത സ്കെയിൽ മാറിപ്പോയി. ഓക്കെ, സ്കെയിൽ ഇവിടെ 1 സെൻറ്റിമീറ്റർ ഇസിക്കൽ ടു 10 മീറ്റർ അല്ലായിരുന്നു ഒറിജിനൽ സ്കെയിൽ. ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്ന സ്കെയിൽ എന്ത് പറ്റി? അബദ്ധവശാൽ മാറിപ്പോയി. ഞാൻ എടുത്തത് 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 20 മീറ്റർ എന്ന് പറയുന്ന ഒരു സ്കെയിലാണ്. ഈ സ്കെയിൽ എങ്ങനെ? അബദ്ധവശാൽ തെറ്റിപ്പോയതാണ്. റോങ് ആയിട്ട് ഞാൻ എടുത്തതാ. തെറ്റിപ്പോയ സ്കെയിലാണ്. ഓക്കെ, ഇതെന്തായിരുന്നു? കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് ഞാൻ അത് വെച്ച് തന്നെ കണ്ടുപിടിച്ചേ. നോക്കി, അബദ്ധവശാൽ എനിക്ക് തെറ്റിപ്പോയി. ഞാൻ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 20 മീറ്റർ എന്ന് പറയുന്ന ഒരു സ്കെയിൽ എടുത്തു. ഓക്കെ, എന്താ ഇതിൻ്റെ അർത്ഥം? പ്ലാനിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഗ്രൗണ്ടിലെ 20 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ പ്ലാനിൽ എത്ര സെൻറ്റിമീറ്റർ ഉള്ള വരയാ? 5 സെൻറ്റിമീറ്റർ ഉള്ള വര. പ്ലാനിലെ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഗ്രൗണ്ടിലെ എത്രയാ? 5 × 20 എത്ര വരുന്നുണ്ട്? 100 മീറ്റർ എന്ന് വരുന്നുണ്ട്. നോക്കി, 100 മീറ്റർ എന്ന് വരുന്നുണ്ട്. നോക്കി, രണ്ടിലും തമ്മിൽ എന്താ സംഭവിച്ചേ? ആദ്യം ഞാൻ കറക്റ്റ് സ്കെയിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ടിലെ അളവ് കണ്ടുപിടിച്ചു. ഓക്കെ, രണ്ടാമത് എന്താ? ഈ പ്ലാനിൽ എഴുതി വെച്ചിരുന്ന സ്കെയില് ഞാൻ തെറ്റായിട്ട് എടുത്തു അല്ലേ? പ്ലാനിൽ 1:10 ആയിരുന്നു. ഇവിടെ ഞാൻ എത്ര എടുത്തു? 1:20 എന്ന് പറഞ്ഞിട്ട് ഞാൻ തെറ്റായിട്ട് എടുത്തു. അപ്പം എനിക്ക് ഇവിടെ ഒരു റീഡിങ് കിട്ടി. നോക്കിയേ, ഈ രണ്ട് റീഡിങ്ങുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇതാണ് ഞാൻ നോക്കാൻ പോണത്. നോക്കിയേ, കറക്റ്റായിട്ട് എടുത്ത സ്കെയിലിന് കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടി, റോങ് ആയിട്ട് എടുത്ത സ്കെയിലിന് റോങ് ആയിട്ടുള്ള റീഡിങ്ങും കിട്ടി. ഓക്കെ, ഞാനിപ്പോൾ എന്താ പറഞ്ഞേ? കറക്റ്റായിട്ടുള്ള സ്കെയിൽ ഞാൻ എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കറക്റ്റായിട്ടുള്ള മെഷർമെന്റ് കിട്ടി. കറക്റ്റായിട്ടുള്ള മെഷർമെന്റ്. എന്ത് മെഷർമെന്റ്? ലെങ്ത്. കറക്റ്റായിട്ടുള്ള ലെങ്ത് എനിക്ക് കിട്ടി. ഓക്കെ, കറക്റ്റ് സ്കെയിൽ എടുത്തപ്പോൾ എനിക്ക് കറക്റ്റ് ലെങ്ത് കിട്ടി. ഇനി ഞാൻ റോങ് സ്കെയിൽ എടുത്തപ്പോഴോ? റോങ് ആയിട്ടുള്ള സ്കെയിൽ ഞാൻ എടുത്തപ്പോഴോ
എനിക്ക് കിട്ടിയത് റോങ് ആയിട്ടുള്ള ലെങ്ത് ആണ്. കറക്റ്റ് സ്കെയിൽ എടുത്തപ്പോൾ എനിക്ക് കറക്റ്റ് ലെങ്തും കിട്ടി, റോങ് സ്കെയിൽ എടുത്തപ്പോൾ എനിക്ക് റോങ് ലെങ്ത് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവയുടെ പ്രോഡക്റ്റുകൾ, അതായത് കറക്റ്റ് സ്കെയിൽ ഇൻറ്റു കറക്റ്റ് ലെങ്തും റോങ് സ്കെയിൽ ഇൻറ്റു റോങ് ലെങ്ത് ചെയ്യുന്നതും എനിക്ക് തുല്യമായിട്ടായിരിക്കും കിട്ടുന്നത്. ഇതാണ് അവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ അവ തമ്മിലുള്ള റിലേഷൻ? കറക്റ്റ് സ്കെയിൽ ഇൻറ്റു കറക്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു റോങ് സ്കെയിൽ ഇൻറ്റു റോങ് ലെങ്ത്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കണ്ടുപിടിച്ച എന്താ? ലെങ്ത് ആണ്. ഇവിടെ കണ്ടുപിടിച്ചത് ലെങ്ത് ആണ്. എനിക്ക് ആ പ്ലാനിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിലോ അതേ റിലേഷൻ എഴുതുക. കറക്റ്റ് സ്കെയിൽ കറക്റ്റ് ഏരിയ തരും നമുക്ക്. കറക്റ്റ് സ്കെയിൽ നമുക്ക് എന്ത് തരും? കറക്റ്റ് ഏരിയ തരും. അതുപോലെ റോങ് സ്കെയിൽ എനിക്ക് എന്ത് തരും? റോങ് ഏരിയ തരും. റോങ് ഏരിയ എനിക്ക് തരും. ഓക്കെ, ഇവയുടെയും പ്രോഡക്റ്റുകൾ ഈക്വൽ ആയിരിക്കും. കറക്റ്റ് സ്കെയിൽ ഇൻറ്റു കറക്റ്റ് ഏരിയ, റോങ് സ്കെയിൽ ഇൻറ്റു റോങ് ഏരിയ. നോക്കിയേ, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ പഠിച്ചതിന് ശേഷം നമ്മൾ ഷ്രങ്ക് സ്കെയിലിനെ ഡീൽ ചെയ്തു. ഷ്രങ്ക് സ്കെയിലിനെ ഡീൽ ചെയ്തപ്പോൾ എന്താ? ഏരിയ വന്നപ്പോൾ ഷ്രങ്ക് ഫാക്ടറിന്റെ സ്ക്വയർ ആണ് വന്നത് അല്ലേ? ഷ്രങ്ക് ഫാക്ടറിന്റെ സ്ക്വയർ ആണ് വന്നത്. നോക്കി, അപ്പൊ ഇവിടെയും കറക്റ്റ് ഏരിയ കിട്ടണമെങ്കിൽ ഞാൻ എടുക്കാനുള്ള ഏതാണ്? കറക്റ്റ് സ്കെയിലിന്റെ സ്ക്വയർ ആണ്. അതുപോലെ റോങ് ഏരിയ കിട്ടാൻ ഞാൻ എന്താ യൂസ് ചെയ്യാനുള്ളത്? റോങ് ഏരിയയുടെ സ്ക്വയർ ആണ്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഓഫ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സെറ്റ് ഓഫ് റിലേഷൻ. കറക്റ്റ് സ്കെയിലിന്റെ സ്ക്വയറും കറക്റ്റ് ഏരിയയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നത് റോങ് സ്കെയിലിന്റെ സ്ക്വയറും റോങ് ഏരിയ കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. നോക്കിയേ, ലെങ്ത് ആയി, ഏരിയ ആയി. ഇനി എന്താ നമുക്ക് വരാൻ സാധ്യത ഉള്ളൊരു സംഭവം? വോളിയം ആണല്ലേ? അപ്പൊ അത് എങ്ങനെ എഴുതാം? കറക്റ്റ് വോളിയം അല്ലെങ്കിൽ കറക്റ്റ് സ്കെയിൽ നമുക്ക് എന്ത് തരും? കറക്റ്റ് വോളിയം തരും. ഓക്കെ, കറക്റ്റ് വോളിയം തരും. അതുപോലെ റോങ് സ്കെയിൽ നമുക്ക് എന്ത് തരും? റോങ് വോളിയം തരും. റോങ് സ്കെയിൽ നമുക്ക് എന്ത് തരും? റോങ് വോളിയം തരും. ഇവയുടെയും പ്രോഡക്റ്റുകൾ ഈക്വൽ ആയിരിക്കും. നോക്കിയ സ്ക്വയറായി, ഏരിയയ്ക്ക് സ്ക്വയർ ആയെങ്കിൽ വോളിയത്തിന് എന്താവും? ക്യൂബ് ആയിരിക്കും. ഓക്കെ, ക്യൂബ് ആയിരിക്കും. ഈ 3 റിലേഷനാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് തെറ്റിപ്പോയ ഒരു സംഭവം, ഞാൻ ചെയ്തെടുത്തപ്പോൾ റോങ് സ്കെയിൽ വെച്ച് തെറ്റിപ്പോയ ഒരു സംഭവത്തിനെ ഈ ഒരു റിലേഷൻ വെച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് ഒരു ന്യൂമറിക്കൽ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാവും. നമുക്കൊന്ന് നോക്കാം. ദേ, എന്താ ചോദ്യം പറയുന്നത്? എ പ്ലാൻ വാസ് ഡ്രോൺ ടു എ സ്കെയിൽ 1 centimeter equal to 10 meter. One who find the area from the map is 50 meter square and one length was found as 50 meter. But later he realized that he was used a scale of 1 centimeter equal to 5 meter accidentally. Find the correct length and correct area. Okay, എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കാം. A plan was drawn to a scale of 1 centimeter equal to 10 meter. പ്ലാൻ വരച്ചത് 1 centimeter equal to 10 മീറ്ററിലാണ്. ഓക്കെ, പ്ലാൻ വരച്ചിരിക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്കെയിലാണ്. കറക്റ്റ് സ്കെയിൽ. ഓക്കെ, കറക്റ്റ് സ്കെയിലാണ് എന്താ പറയുന്നത്? 1 centimeter is equal to 10 meter. പ്ലാൻ വരച്ചിരിക്കുന്നത്. നോക്കിയേ, ഇത് ഏത് ടൈപ്പ് സ്കെയിലാ? 1 centimeter equal to മറ്റൊരു വാല്യൂ പറഞ്ഞിട്ട് യൂണിറ്റ് പറഞ്ഞിരിക്കുന്നു. സോ അതെന്താണ്? എഞ്ചിനീയർ സ്കെയിലാണ് അല്ലേ? നമുക്കതറിയാം. വൺ ഹു ഫൈൻഡ് ദി ഏരിയ ഫ്രം ദി മാപ്പ് ഈസ് 50 മീറ്റർ സ്ക്വയർ. ഒരാൾ അതിൽ നിന്ന് ഞാനൊരു ഏരിയ കണ്ടുപിടിച്ചപ്പോൾ എത്രയാണെന്ന് മനസ്സിലായി? 50 m² ആണ് ഗ്രൗണ്ടിലെ ഏരിയ എന്ന് മനസ്സിലായി. ഓക്കെ, ആൻഡ് 1 ലെങ്ത് വാസ് ഫൗണ്ട് ആസ്. ഒരു ലെങ്ത് എത്ര കണ്ടുപിടിച്ചിരിക്കുന്നത്? 50 മീറ്റർ ആണ് ഒരു ലെങ്തും അയാൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഏതോ ഒരു ഏരിയ 50 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി, ഏതോ ഒരു ലെങ്ത് എത്രയെന്ന് കിട്ടി? 50 എന്നും കിട്ടി. ബട്ട് ലേറ്റർ ഹി റിയലൈസ്ഡ്, പിന്നീട് അയാൾ മനസ്സിലാക്കി എന്താ? ഹി വാസ് യൂസ്ഡ് എ സ്കെയിൽ 1 centimeter ഈസ് ഈക്വൽ ടു 5 മീറ്റർ. 1 centimeter ഈസ് ഈക്വൽ ടു 5 മീറ്റർ എന്ന് പറയുന്ന സ്കെയിൽ അയാൾ യൂസ് ചെയ്ത്. ശരിക്കും വരച്ചത് ഏതാ? 1 centimeter ഈക്വൽ ടു 10 മീറ്റർ. അയാൾ യൂസ് ചെയ്ത് ഏതാ? 1 centimeter ഈസ് ഈക്വൽ ടു 5 മീറ്റർ. അപ്പോൾ ഇത് ഏതാണ്? റോങ് സ്കെയിലാണ് ഇത്. ഇനിതാ നോക്കിയേ, ഈ സ്കെയിൽ വെച്ചിട്ട് കണ്ടുപിടിച്ച ഏരിയ അല്ലേ ഈ 50 m² എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്?
റോങ് ആയിട്ടുള്ള സ്കെയിൽ യൂസ് ചെയ്ത ഏരിയ ആയതുകൊണ്ട് ഇതെന്താണ്? റോങ് ഏരിയ. അതുപോലെ റോങ് ആയിട്ടുള്ള സ്കെയിൽ യൂസ് ചെയ്ത നീളമായതുകൊണ്ട് ഇതെന്താണ്? റോങ് ലെങ്ത്. റോങ് ലെങ്ത്. ഓക്കെ, എല്ലാം കിട്ടിക്കഴിഞ്ഞു. നമുക്ക് നമ്മുടെ റിലേഷൻ അറിയാം. എന്താ നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ? കറക്റ്റ് ലെങ്ത് ഇൻറ്റു കറക്റ്റ് സ്കെയിൽ ഗീവ്സ് എന്താ? റോങ് ലെങ്ത് ഇൻറ്റു റോങ് സ്കെയിൽ. ഇതാണ് നമ്മുടെ റിലേഷൻ. കറക്റ്റ് ലെങ്ത് ഇൻറ്റു കറക്റ്റ് സ്കെയിൽ ഈസ് ഈക്വൽ ടു റോങ് ലെങ്ത് ഇൻറ്റു റോങ് സ്കെയിൽ. ഓക്കെ, ശരി. ആ ഒരു റിലേഷൻ അറിയാം. നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഫൈൻഡ് ദി കറക്റ്റ് ലെങ്ത് അല്ലേ? കറക്റ്റ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ കറക്റ്റ് ലെങ്തിനെ ഞാൻ അതുപോലെ എഴുതുക. കറക്റ്റ് ലെങ്ത് ഇൻറ്റു കറക്റ്റ് സ്കെയിൽ. കറക്റ്റ് സ്കെയിൽ ഏതാ? കറക്റ്റ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒറിജിനലി ഇറ്റ് വാസ് ഡ്രോൺ ഫോർ 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 മീറ്റർ അല്ലേ? ആ ഒരു സ്കെയിലാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. എവിടെ? 1 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 10 മീറ്റർ എന്ന് പറയുന്ന ഒരു സ്കെയിലാണ് യൂസ് ചെയ്യാനുള്ളത്. വേണമെങ്കിൽ എനിക്ക് ഇതിനെ എന്ത് ചെയ്യാം? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിലോട്ടൊക്കെ കൊണ്ടുപോയി കൺവെർട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാം. അത് ചെയ്തില്ലെങ്കിലും നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടും. കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റോങ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച നീളം എത്ര? 50 മീറ്റർ ആണല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ റോങ് ലെങ്തിന് വരെ ഞാൻ എന്ത് കൊടുക്കുന്നു? 50 ഇൻറ്റു റോങ് സ്കെയിൽ. ആക്സിഡൻ്റലി ഹി വാസ് യൂസ്ഡ് എ റോങ് സ്കെയിൽ ഓഫ് 1 സെന്റിമീറ്റർ 5 മീറ്റർ. 1 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 5 മീറ്റർ. നോക്കിയാൽ ഇവിടെ സെന്റിമീറ്റർ അപ്പുറം ഇപ്പുറം ഒരേ ആൾക്കാർ വന്നു. സോ അവ തമ്മിൽ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാന്ന് അതിനെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ. അഥവാ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിലോട്ട് മാറ്റുക. അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പുറം ഇപ്പുറം ഓരോ യൂണിറ്റ് വരുന്നതുകൊണ്ട് എന്ത് ആവും? അത് കട്ടായി പോകും. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനുള്ള ആളിനെ മാത്രം ഇവിടെ ഇടാം. ബാക്കി എല്ലാവരെയും അപ്പുറത്തോണ്ട് പോവുക. കറക്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു 50 അവിടെ ഉണ്ട് ഇൻറ്റു 1/5 ഉണ്ട് ഇൻറ്റു ഈ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 10 അപ്പുറത്തുകൊണ്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 1 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. ഈ യൂണിറ്റുകൾ തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. ഈ സെൻറ്റിമീറ്ററും ക്യാൻസലായി, ഈ മീറ്ററും കൂടെ ക്യാൻസൽ ആയിപ്പോയി. ഇതെല്ലാം കൂടെ ചെയ്തെടുക്കുമ്പോൾ എത്ര വരുവാ? നമുക്ക് 100 മീറ്റർ എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, കറക്റ്റ് ലെങ്ത് എത്രയായിരുന്നു? 100 മീറ്റർ ആയിരുന്നു നമുക്ക് കറക്റ്റ് ഗ്രൗണ്ടിലുള്ള ലെങ്ത്. പക്ഷേ പുള്ളി കണ്ടുപിടിച്ച എത്രയായിരുന്നു? പുള്ളി അളന്നെടുത്തപ്പോൾ 50 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. റോങ് സ്കെയിൽ യൂസ് ചെയ്തപ്പം 50 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? നമുക്കറിയാവുന്ന റിലേഷൻ വെച്ച് കണ്ടുപിടിച്ചപ്പോൾ കറക്റ്റ് ലെങ്ത് കിട്ടി. വളരെ എളുപ്പമല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് വരാം. നമുക്ക് എന്താ നമ്മുടെ വി പാർട്ട് എന്ന് പറയുന്നത്? ഏരിയ അല്ലേ? ഏരിയൻ്റെ റിലേഷൻ എന്താ? ഇതുപോലെ തന്നെയാ. കറക്റ്റ് ഏരിയ ഇൻറ്റു കറക്റ്റ് സ്കെയിൽ. നോക്കിയാൽ നമ്മളിവിടെ മിസ്സാക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു സ്ക്വയർ ആണ്. കറക്റ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു റോങ് ഏരിയ ഇൻറ്റു റോങ് സ്കെയിലിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇനി ഒന്നുമില്ല, ജസ്റ്റ് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഏതാണ്? കറക്റ്റ് ഏരിയ ഇൻറ്റു കറക്റ്റ് സ്കെയിൽ. ഇതാ കറക്റ്റ് സ്കെയിൽ നമ്മൾ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര? 1/10. ഓക്കെ, 1 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 10 മീറ്റർ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റോങ് ഏരിയ എത്ര ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന റോങ് സ്കെയിൽ വെച്ചിട്ട് ഞാൻ എത്ര കണ്ടുപിടിച്ചേ? 50m² അല്ലേ? 50m². അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റോങ് ഏരിയ അവിടെ എഴുതി കൊടുക്കാം. 50m² ഇൻറ്റു റോങ് സ്കെയിൽ എത്ര? റോങ് സ്കെയിൽ ഞാൻ യൂസ് ചെയ്ത തെറ്റായിട്ടുള്ള സ്കെയിൽ എത്ര? എൻ്റെ റോങ് സ്കെയിൽ 1 സെന്റിമീറ്റർ 5 മീറ്റർ. 1/5 അല്ലേ? 1 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 5 മീറ്റർ. ഇതായിരുന്നു എൻ്റെ റോങ് സ്കെയിൽ. ഇതാ സ്ക്വയർ എഴുതി കൊടുക്കാൻ മറക്കല്ലേ. ഓക്കെ, ശരി. നമുക്കിതിനെയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് എഴുതാം. കറക്റ്റ് ഏരിയ ഇൻറ്റു 1/10ൻ്റെ സ്ക്വയർ എത്ര? 100. 1/100. യൂണിറ്റുകൾ ഇവിടുത്തെ ഈ യൂണിറ്റും കൂടെ ക്യാൻസൽ ആയിപ്പോയി. വിച്ച് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 1ൻ്റെ സ്ക്വയർ എത്ര? 1.
5ന്റെ സ്ക്വയർ എത്ര 25. ഓക്കെ 1/25 ആണ് നമ്മൾ എഴുതി. ഓക്കെ 100 5ന്റെ സ്ക്വയർ എത്ര 25. ശരി, നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താ കറക്റ്റ് ഏരിയ ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 1/25 അവിടെ ഉണ്ട്. ഇവിടെ എന്താ 100 നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നല്ലേ, അപ്പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 100/25 എത്ര കിട്ടും, അല്ലെങ്കിൽ 50/25 രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടുന്നു. സോ 200 m² എന്ന് കിട്ടുന്നു. 200 m². ഇതാ നോക്കിയേ നമുക്ക് 2ന്റെ ഉത്തരം കിട്ടിയല്ലേ. ഇനി നമുക്ക് ആ ഒരു ചെറിയൊരു റിലേഷൻ ഒന്ന് നോക്കാണ്ട് ഇവിടെ കേട്ടോ. 50 മീറ്ററിനെ കറക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ എത്ര 100 മീറ്റർ ആയിരുന്നു എൻ്റെ ഉത്തരം. നോക്കിയേ 50 m² ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം എത്ര 200 m². 200 m². ഓക്കെ, ഇത് നേരെ ഇരട്ടിയായി അല്ലേ. നമ്മുടെ സ്കെയിൽ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ = 10, 1 സെന്റിമീറ്റർ = 5 ആയിരിക്കും. ജസ്റ്റ് നമുക്കൊന്ന് ആ ആൻസർ ഒന്ന് അനലൈസ് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് സ്കെയിൽ നമുക്ക് പകുതിയാണ് ആയത്. 1 സെന്റിമീറ്റർ = 10 1 സെന്റിമീറ്റർ = 5 എന്ന് പറയുമ്പോൾ സ്കെയിൽ പകുതിയായി. അപ്പോൾ എന്താ ലെങ്ത് അതുപോലെ പകുതിയായി. പക്ഷേ നോക്കി ഏരിയ പകുതിയല്ല, അതിൻ്റെ സ്ക്വയർ ആണ് ആയത്. ഓക്കെ, ആ ഒരു റിഡക്ഷൻ്റെ സ്ക്വയറിലോട്ടാണ് ഏരിയ പോകുന്നത്. അപ്പം ആ ഒരു റിലേഷൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ PSC ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇത് തന്നെയായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ചോദ്യം കൂടെ, ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. വേറെ സ്ട്രെങ്ത് ഫാക്ടറിൻ്റെ കൺസെപ്റ്റ് ഒന്നുമില്ല, ഒരു നോർമൽ ക്വസ്റ്റ്യനാണ്. ഏരിയ ഓഫ് എ പ്ലാൻ ഈ 50 cm². എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, അതിലൊരു ഏരിയ ഉണ്ട്. ഈ ഏരിയ എന്ന് പറയുന്ന 50 cm² ആണ്. ഓക്കെ, ദ സ്കെയിൽ ഓഫ് ദി പ്ലാൻ ഈസ് 1 cm = 5 meter. 1 cm = 5 meter. 1 cm = 5 meter. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്, എഞ്ചിനീയർ സ്കെയിലാണ്. എന്താ തന്നിരിക്കുന്നത് 1 cm = 5 meter. അങ്ങനെയെങ്കിൽ ഗ്രൗണ്ടിലെ ഏരിയ എത്ര, ഫൈൻഡ് ദി ഏരിയ ഓഫ് പ്ലോട്ട്. നമ്മുടെ പ്ലോട്ടിന്റെ ഏരിയ എത്ര, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ സംഭവം, ഇവിടെ ഇപ്പോൾ ഏരിയയാണ് തന്നിരിക്കുന്നത്, ലെങ്ത് അല്ല. ലെങ്ത് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ സ്കെയിലിൽ നിന്ന് അങ്ങ് എടുത്താൽ മതി. ഉദാഹരണത്തിന് ഇപ്പോൾ തന്നിരിക്കുന്നത് 50, ഒരു ലെങ്ത് എന്ന് പറയുന്നത് പ്ലാനിൽ എത്രയായിരുന്നു 50 cm ആണ്. അങ്ങനെയെങ്കിൽ ഗ്രൗണ്ടിൽ അത് എത്രയാ, അപ്പോൾ എന്ത് ചെയ്താൽ മതി, 1 cm = 5 meter അല്ലേ. 1 cm എന്ന് പറയുന്നത് 5 meter. അപ്പോൾ 1 × 50 ആവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, 50 കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. 50 × 5 എന്ന് പറയുമ്പോൾ 25 250 മീറ്റർ എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ അറിയാം. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്നത് ഏരിയയാണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏരിയയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതാ നോക്കിക്കോ, നമുക്കറിയാവുന്ന സ്കെയിൽ എന്താ, 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്, പ്ലാനിലെ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഗ്രൗണ്ടിലെ 5 മീറ്റർ ആണ്. അത് ലെങ്ത് വൈസ് ആണ് അല്ലേ. നമുക്കതിനെ ഏരിയയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഏരിയ എന്ന് പറയുമ്പോൾ എന്താവും, അതിന് ഒരു വിഡ്ത്തിന്റെ ടൈമും കൂടെ ഉണ്ടാവും. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ അപ്പുറം വിഡ്ത്തിന്റെ ടൈം നീളം ഗുണം വീതി സ്ക്വയർ വരും അല്ലേ. അപ്പോൾ ഇതെന്താ, ഇതിനെ ആ അപ്പുറം സ്ക്വയർ ചെയ്യുകയാണ്. 1 square cm² ഈസ് ഈക്വൽ ടു 5 m². ഓക്കെ, ഞാൻ എല്ലാത്തിനും സമത്തിന്റെ അപ്പുറം ഈക്വൽ ടുവിന്റെ അപ്പുറം ഞാൻ എന്ത് ചെയ്തു, സ്ക്വയർ ചെയ്തു. നമുക്ക് നോക്കാം. സോ 1 cm² ഈസ് ഇക്വലന്റ് ടു 25 m². നോക്കിയേ, നമ്മുടെ ലെങ്തിലുള്ള സ്കെയിലിനെ നമ്മൾ ഏരിയയുടെ സ്കെയിലിലേക്ക് മാറ്റാൻ സ്ക്വയർ ചെയ്താൽ മതി. ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ ഒന്ന് ഓർത്തിരിക്കാനുള്ളത്. ഇനി കഴിഞ്ഞു, വേറെ പ്രശ്നമൊന്നുമില്ല. 1 cm² എന്ന് പറയുന്നത്, പ്ലാനിൽ 1 cm² എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ 25 m² ആണ്. ഇനി നമുക്ക് നോക്കാം പ്ലാനിൽ എത്ര ഉണ്ട് നമ്മുടെ ഏരിയ. പ്ലാനിൽ 50 cm² ഉണ്ടല്ലേ, 50 cm². അപ്പോൾ അതിനനുസരിച്ച് ഗ്രൗണ്ടിൽ എത്ര ഉണ്ടാവും എന്ന് നോക്കണം. നമ്മുടെ കയ്യിലുള്ള പ്ലാനിൽ എത്രയാണ്, 50 cm². 1 50 ആവാൻ എന്ത് ചെയ്യണം, 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേ 50 എവിടെയും കൊടുക്കുക, അപ്പുറത്തും കൊടുക്കുക, m². ഓക്കെ, ഇത് നമുക്ക് കണക്കൂട്ടി എടുക്കുമ്പോഴത്തേക്ക് 25 × 5 എത്ര, 125 അല്ലേ, 1250 m². ഓക്കെ, ഈ ഒരു പോർഷനാണ് നമ്മളിവിടെ ഒന്ന് നോക്കാനുള്ളത്. നമ്മൾ ലെങ്തിൻ്റെ സ്കെയിലിനെ എന്തിലേക്ക് മാറ്റുന്നു, ഏരിയയുടെ സ്കെയിലിലേക്ക് മാറ്റുന്നു. ലെങ്ത് സ്കെയിൽ എത്രയായിരുന്നു, 1 cm =
5 മീറ്റർ. അപ്പോൾ അത് ഏരിയയിലേക്ക് എങ്ങനെ വരും? 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 25 എമ്മിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള എം സ്ക്വയർ. ഓക്കെ, ഇതോടുകൂടി നമുക്ക് എന്താ നമ്മുടെ ഫസ്റ്റ് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് സർവേയിങ് എന്ന് പറയുന്നത് ഇവിടെ കഴിയുകയാണ്. തൊട്ടടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ ഏതൊക്കെ ടൈപ്പ് ഓഫ് സർവേയിങ് ആണെന്നും കൺവെൻഷണൽ മെത്തേഡ്സും മോഡേൺ മെത്തേഡ്സും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇനിയുള്ള ഒരു ക്ലാസ്സുകളെന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സർവേയിങ്ങിന് ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഒത്തിരി അധികം തിയറി ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. സോ അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ARC, the Gate Kochi Hub of Kerala. The Gate Kochi Hub of Kerala.